സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ എത്തുന്നത് വൈകും. കരാറുകാരുടെ ബഹിഷ്കരണത്തെ തുടർന്ന് 6 ഇനങ്ങൾക്ക് പ്രസിദ്ധീകരിച്ച ടെൻഡർ സപ്ലൈകോ പിൻവലിച്ചു. 250 കോടിയെങ്കിലും ലഭിക്കാതെ ലേലത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കരാറുകാർ. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ഗിരീഷ്, എന്താണ് പുതിയ പ്രതിസന്ധി? വേണു, സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരുന്നു. പക്ഷേ ഈ സബ്സിഡി സാധനങ്ങൾ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് അനിശ്ചിതമായി വൈകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ എത്തുന്നതും വൈകും. കാരണം ഗോഡൌണുകളിലോ ഔട്ട്ലെറ്റുകളിലോ ഇപ്പോൾ സബ്സിഡി സാധനങ്ങൾ ഒന്നും തന്നെയില്ല. 13 സബ്സിഡി സാധനങ്ങൾക്ക് കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഈ വിലവർധന പുതിയ സ്റ്റോക്ക് വരുന്നത് മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക എന്ന് സപ്ലൈകോ നേരത്തെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ സപ്ലൈകോ ഇപ്പോൾ ഒരു ടെൻഡർ ക്ഷണിച്ചിരുന്നു. ഫെബ്രുവരി 13 ഈ അവശ്യ സാധനങ്ങൾക്ക്, സബ്സിഡി സാധനങ്ങൾക്കുള്ള ടെൻഡർ ക്ഷണിച്ചത്. ഇതിൽ അരി, പയർ, പഞ്ചസാര, ധാന്യങ്ങൾ, മുളക്, മല്ലി തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്കുള്ള സബ്സിഡി സാധനങ്ങൾക്കാണ് ഈ ടെൻഡർ ക്ഷണിച്ചത്. പക്ഷേ കരാറുകാരുടെ ബഹിഷ്കരണം ഭയന്ന് ഇപ്പോൾ സപ്ലൈകോ തന്നെ ആ ടെൻഡർ നോട്ടീസ് പിൻവലിച്ചിരിക്കുകയാണ്. ഈ ടെൻഡർ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് 20-ാം തീയതി വരെ ഈ ടെൻഡറിൽ പങ്കെടുക്കാം. 20-ാം തീയതി രാവിലെ 11 മണിക്ക് ഈ ടെൻഡർ തുറക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ കരാറുകാർ ഈ ബഹിഷ്കരണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ടെൻഡറുമായി മുമ്പോട്ട് പോകുന്നത് ഗുണകരമല്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് സപ്ലൈകോ തന്നെ അസാധാരണമായ നടപടിയിലേക്ക് കടക്കുകയും ഈ ടെൻഡർ നോട്ടീസ് പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത്. കരാറുകാരാകട്ടെ തങ്ങളുടെ നിലപാടുകൾ കൂടുതൽ വ്യക്തമാക്കുന്നു. 250 കോടി രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഇനി കരാറുകളിൽ പങ്കെടുക്കൂ, അല്ലെങ്കിൽ ഈ ലേല നടപടികളിൽ പങ്കെടുക്കൂ എന്നുള്ളതാണ് ഈ വിതരണക്കാരുടെ നിലപാട്. കാരണം 800 കോടിയോളം രൂപ കുടിശ്ശികയാണ്. 1 വർഷത്തിലേറെ ഈ കുടിശ്ശിക നിലനിൽക്കുന്നു. ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. തങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടാണ് ഓണത്തിനും അതോടൊപ്പം തന്നെ ക്രിസ്മസിനും പ്രത്യേക വിപണി തുറക്കാൻ സർക്കാർ തീരുമാനിച്ചത്. തങ്ങൾ ഇതുമായി സഹകരിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനുശേഷവും 1 രൂപ പോലും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ സപ്ലൈകോയുമായി ഇനി സഹകരിക്കാൻ സാധ്യമല്ല. മാത്രമല്ല ഈ കരാറുകൾ എത്ര തവണ സപ്ലൈകോ ടെൻഡർ ക്ഷണിക്കുന്നു, ഇതെല്ലാം ബഹിഷ്കരിക്കാനാണ് കരാറുകാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു അസാധാരണ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സപ്ലൈകോ ഉള്ളത്. ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ ലഭിക്കുന്നത്, സപ്ലൈകോയിലൂടെ ലഭിക്കുന്നത് ഇനിയും വൈകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വേണു, വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.